79ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷ നിറവിലാണ് രാജ്യമെങ്ങും വിപുലമായ പരിപാടികളാണ്. അല്പസമയത്തിനകം 7:30 ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ പതാക ഉയർത്തും. കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ്. അതിനെക്കുറിച്ച് ജിഷ്ണുവിനോട് ചോദിക്കാം. ജിഷ്ണു, രാജ്യ തലസ്ഥാനത്ത് സുരക്ഷാ ക്രമീകരണങ്ങൾ എങ്ങനെ? കൃഷ്ണാജ്, സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഭാഗമായി രാജ്യതലസ്ഥാനത്ത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സുരക്ഷാ ക്രമീകരണങ്ങൾ വർദ്ധിപ്പിച്ചിരുന്നു. പ്രത്യേകിച്ച് ചെങ്കോട്ട പരിസരത്തും ഇന്ത്യ ഗേറ്റ് ഉൾപ്പെടുന്ന ഡൽഹിയുടെ ഹൃദയഭാഗത്തുമെല്ലാം തന്നെ 3 ലെയർ സുരക്ഷാ പരിശോധനകളാണ്. അതായത് സ്വാഭാവികമായും രാജ്യതലസ്ഥാനത്ത് സുരക്ഷാ ക്രമീകരണങ്ങൾ ഉണ്ടാകാറുണ്ട്. അതിന് ഉപരിയായി 3 ലെയർ സുരക്ഷാ ക്രമീകരണങ്ങൾ രാജ്യതലസ്ഥാനത്ത് ഒരുക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ചുള്ള പരിശോധനകൾ അത് മെട്രോ സ്റ്റേഷനുകളിലും ഒപ്പം പൊതു ഇടങ്ങളിലും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലുമെല്ലാം തന്നെ പരിശോധനകൾ നടത്തുന്നു. ഡൽഹിയിൽ മാത്രമല്ല, ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഡൽഹി, ബംഗളൂരു, കൊൽക്കത്ത, ഹൈദരാബാദ്, ലക്നൗ തുടങ്ങി രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട നഗരങ്ങളിലെല്ലാം തന്നെ കനത്ത സുരക്ഷ തുടരുന്നുണ്ട്. അതിർത്തിയിൽ വലിയ രീതിയിലുള്ള നിരീക്ഷണം നടത്തുന്നുണ്ട്. കാരണം സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഭാഗമായി രാജ്യത്തിനകത്ത് ഏതെങ്കിലും രീതിയിലുള്ള അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കാൻ, പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ എല്ലാ കാലത്തും ഭീകരരുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ഇന്ത്യ വിരുദ്ധ ശക്തികളുടെ ഭാഗത്തുനിന്നെല്ലാം തന്നെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ടുകൾ ഇന്റലിജൻസ് വിഭാഗം നൽകാറുണ്ട്. പക്ഷേ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി പരിശോധിക്കുമ്പോൾ നമ്മുടെ സുരക്ഷാ സേനയുടെ ധീരമായിട്ടുള്ള ഇടപെടലും പ്രതിരോധവും സുരക്ഷാ ക്രമീകരണങ്ങളും നിരീക്ഷണവും കാരണം അത്തരത്തിലൊരു പ്രശ്നങ്ങളും ഒരു ചെറിയ പടക്കം പോലും പൊട്ടാൻ ഇടവരാത്ത രാജ്യം സ്വാതന്ത്ര്യ ദിനാഘോഷത്തിലൂടെയും റിപ്പബ്ലിക് ദിനാഘോഷത്തിലൂടെയും ദീപാവലിയുടെയും അത്തരത്തിൽ ആഘോഷങ്ങളിലൂടെ കടന്നു പോകുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതിന് സമാനമായി സുരക്ഷാ ക്രമീകരണങ്ങളും കർശന നിരീക്ഷണങ്ങളും ഡൽഹി ഉൾപ്പെടെ രാജ്യതലസ്ഥാനമുള്ള രാജ്യത്തെ പ്രധാനപ്പെട്ട നഗരങ്ങളിലും അതിർത്തി മേഖലകളിലും ഒരുക്കിയിട്ടുണ്ട്. ഏതായാലും അല്പസമയത്തിനകം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെങ്കോട്ടയിലേക്ക് എത്തും. അവിടെ വിശിഷ്ട അതിഥികൾ, ഒപ്പം പ്രത്യേകം ക്ഷണിതാക്കളായിട്ടുള്ള ആളുകൾ ഈ സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികൾ, ചെങ്കോട്ടയിലെ പരിപാടികൾ കാണുന്നതിനായി എത്തിയിട്ടുള്ള ജനങ്ങളും ഇതിനോടകം തന്നെ അവിടെ ഇരുന്നിട്ടുണ്ട്. ഇനി അല്പസമയത്തിനകം തന്നെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഇങ്ങോട്ടേക്ക് എത്തിച്ചേരും. പ്രതിരോധ മന്ത്രിയാണ് ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീകരിക്കുക. ആ ചെങ്കോട്ടയിലെ ചടങ്ങുകൾ മാത്രം വേഗത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ അല്പസമയത്തിനകം തന്നെ പ്രധാനമന്ത്രി അങ്ങോട്ടേക്ക് എത്തും. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഒപ്പം പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സേത്തും ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിക്കും. ഗാർഡ് ഓഫ് ഓണർ ഉണ്ടാകും. 94 അംഗ സേനയാണ് ഗാർഡ് ഓഫ് ഓണർ നൽകുക. അതിൽ കര, വ്യോമ, നാവിക സേനയുണ്ടാകും. കൂടാതെ ഡൽഹി പോലീസിലെ ഉദ്യോഗസ്ഥരും ഉണ്ടാകും. അതിനുശേഷം ബാൻഡ് മേളത്തിന്റെ അകമടിയോടുകൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തുന്നതിനായി നടന്നു കയറും. ദേശീയ പതാക, രാജ്യത്തിന്റെ ത്രിവർണ്ണ പതാക ഉയർത്തുന്നതോടൊപ്പം തന്നെ അവിടെ 21 ഗൺ സല്യൂട്ടുകൾ മുഴങ്ങും. അത് രാജ്യത്തോടുള്ള ഒപ്പം ഭരണാധികാരികളുള്ള ആദര സൂചകമായി 21 ഗൺ സല്യൂട്ടുകൾ മുഴങ്ങും. ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാഹന വ്യൂഹം ചെങ്കോട്ട പരിസരത്തേക്ക് എത്തുകയാണ്. പ്രധാനമന്ത്രി ദേശീയ പതാക ഉയർത്തിയ ശേഷമായിരിക്കും അവിടെ രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുക. അതിലും നരേന്ദ്രമോദി കൊണ്ടുവന്നൊരു മാറ്റമുണ്ട്. മുൻകാലങ്ങളിൽ സുരക്ഷാ ഭീഷണിയെ തുടർന്ന് ചെങ്കോട്ടയിൽ ബുള്ളറ്റ് പ്രൂഫ് കൂട്ടിനുള്ളിൽ നിന്നുകൊണ്ടായിരുന്നു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിമാർ രാജ്യത്തെ അഭിസംബോധന ചെയ്തിരുന്നെങ്കിൽ ആ ബുള്ളറ്റ് പ്രൂഫ് കൂട് പൊളിച്ചെറിഞ്ഞുകൊണ്ട് ആ ധൈര്യം നരേന്ദ്രമോദി കാണിക്കുകയും ആ ധൈര്യവും ആത്മവിശ്വാസവും പിന്നീട് രാജ്യത്തിന് മുഴുവൻ പകർന്നു നൽകുന്നതും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹം ചെങ്കോട്ട പരിസരത്തേക്ക് എത്തുകയാണ്. അവിടെ അദ്ദേഹത്തെ സ്വീകരിക്കുന്നതിനുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ തയ്യാറായിട്ടുണ്ട്. 3 സേനാ വിഭാഗങ്ങൾ, കര, വ്യോമ, നാവികസേന, നമ്മുടെ അഭിമാനമായിട്ടുള്ള, നമ്മുടെ ധൈര്യമായിട്ടുള്ള, നമ്മുടെ വീര്യമായിട്ടുള്ള 3 സേനാ വിഭാഗങ്ങളും അവിടെയുണ്ട്. നമുക്കവിടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിനെയും കൂടാതെ പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സേത്തിനെയും കാണാൻ സാധിക്കും. അവർ ചേർന്നുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ചെങ്കോട്ടയിൽ പരിപാടി നടക്കുന്ന വേദിയിലേക്ക് സ്വീകരിക്കുക. പ്രധാനമന്ത്രി എത്തിക്കഴിഞ്ഞാൽ ഈ പ്രതിരോധ മന്ത്രിയോടൊപ്പം തന്നെ ഗാർഡ് ഓഫ് ഓണർ സ്വീകരിക്കുന്നതിനായി, ഗാർഡ് ഓഫ് ഓണർ പരിശോധിക്കുന്നതിനായി മുൻപോട്ട് നടന്നു നീങ്ങും. ആ ഗാർഡ് ഓഫ് ഓണർ പരിശോധിച്ച ശേഷമായിരിക്കും പ്രധാനമന്ത്രി ദേശീയ പതാക ഉയർത്തുകയും അവിടെ സംസാരിക്കുകയും ചെയ്യുക. ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ വാഹനത്തിൽ നിന്നിറങ്ങി ഈ സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികളിൽ പങ്കെടുക്കുന്നതിനായി ചെങ്കോട്ട പരിസരത്തെത്തിയിട്ടുള്ള ആളുകളെ അഭിവാദ്യം ചെയ്ത ശേഷം നടന്നു നീങ്ങുകയാണ്. അവിടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും കൂടാതെ
പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സേത്തും അദ്ദേഹത്തെ സ്വീകരിക്കുന്നു. റെഡ് കാർപ്പറ്റിലൂടെ അദ്ദേഹം നടന്നു നീങ്ങും. അവിടെ ഗാർഡ് ഓഫ് ഓണർ പരിശോധിക്കും. അതിനുശേഷമായിരിക്കും ദേശീയ പതാക ഉയർത്തലും അദ്ദേഹത്തിൻ്റെ അഭിസംബോധനയും. രാജ്യം ഏത് കാലഘട്ടത്തിലൂടെയാണ് മുൻപോട്ട് പോകുന്നത് എന്നും ഭാരതത്തിന് കൈവരിക്കാനുള്ള ലക്ഷ്യങ്ങൾ സംബന്ധിച്ചും കൃത്യമായിട്ടുള്ള പ്രതികരണങ്ങളും വാക്കുകളും നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം വികസിത ഭാരതം എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് ലോകത്തിൽ തന്നെ ലോകരാഷ്ട്രീയത്തിൽ തന്നെ ഏറ്റവും വലിയ സാമ്പത്തിക സൈനിക ശക്തിയായി മാറാനുള്ള യാത്രയിലാണ് ഇന്ന് ഭാരതം. അത് പ്രധാനമന്ത്രി अंतर सेना पुलिस सम्मान गार्ड निरीक्षण के लिए हजरत इमाम। The overall commander of the Prime Minister's Guard of Honor informing the Prime Minister that the guard is ready and requesting him to inspect the Guard of Honor. The band positioned there will strike up a slow march during the inspection. The inspection of the Guard of Honor complete, the Prime Minister will now move towards the ramparts of the Red Fort, passing through the Lahori Gate. The flag hoisting ceremony at the ramparts, followed by the Prime Minister's address to the nation, are the high point of today's celebrations here. Nation building is a complex, collaborative and cumulative task. It happens over a period of time marked by intense and steadfast commitment. Today, Prime Minister Narendra Modi will share with the nation some victories, some challenges and some changes on his government's journey towards nation building. सम्मान गारद का निरीक्षण करने के बाद प्रधानमंत्री अब लाल किले की प्राचीर की ओर अग्रसर। उनके साथ दिल्ली एरिया के जीओसी लेफ्टिनेंट जनरल भवनीश कुमार, विशाल और भव्य लाहौरी गेट, जहां प्रवेश के लिए काठ का पुल, 41 फीट ऊंचा और 24 फीट चौड़ा लाहौरी गेट, ऊंचा मेहराबदार दरवाजा, दरवाजे की 3 मंजिलें, यहां से प्रवेश करने के बाद प्राचीर पर पहुंचने के लिए सीढ़ियां हैं और अब तो यहां विशिष्ट व्यक्तियों के लिए लिफ्ट भी है। प्रधानमंत्री प्राचीर की ओर अग्रसर। जब ये लाल किला बना था तब ये प्राचीर नहीं थी, इसे बाद में बनवाया गया और सन 1947 में पहली बार हमारा प्यारा तिरंगा राष्ट्रीय ध्वज यहीं इसी प्राचीर पर फहराया गया था। So the raincoats are out, a slight drizzle seems to be blessing the venue. Opportune moment in time. The heavens have held steady so far. The Prime Minister arriving at the first level of the ramparts, Raksha Mantri Shri Rajnath Singh, Raksha Rajya Mantri Shri Sanjay Seth, Chief of
Defence Staff, General Anil Chauhan, Chief of the Army, General Upendra Dwivedi, the Navy Chief, Admiral Dinesh K. Tripathi, and the Chief of Air Staff, Air Chief Marshal A.B. Singh, greet him. Once the Prime Minister is ready to ascend the final level, the GOC Delhi area will conduct him to the dais to hoist the national flag, which will be followed by his address. In fact, when the flag hoisting is done, it will be synchronized with the 21-gun salute by the valiant gunners of the 1721 Field Battery Ceremonial. The ceremonial battery, utilizing the indigenous 105mm light field guns, will be commanded by Major Pavan Singh Shehkawat, and the gun position officer will be Naib Subedar Ashutosh Sarkar. As soon as the national flag is hoisted by the Prime Minister, flower petals will be showered at the venue by two Mi-17 helicopters of the Indian Air Force, one trooping the national flag and the other trooping a flag depicting Operation Sindoor. लाल किले के सामने का पूरा इलाका सर्वधर्म संभाव की अनूठी तस्वीर पेश करता है। लाल किले के ठीक सामने बाईं ओर श्री दिगंबर जैन लाल जी मंदिर, लाल रंग का ये प्राचीन मंदिर, जिसमें पक्षियों का एक अस्पताल भी है। इसी जैन मंदिर के साथ जरा सा आगे बढ़ने पर प्राचीन गौरी शंकर मंदिर है। गौरी शंकर मंदिर और लाल किले के बाईं ओर सामने भोजला पहाड़ी पर ऐतिहासिक लाल पत्थर से बनी जामा मस्जिद, त्याग, बलिदान और श्रद्धा का प्रतीक गुरुद्वारा सीसगंज, जिसके सुनहरे गुंबद दूर से ही चमकते हैं। सर्वधर्म संभाव का विचार भारत के मूल में है और इस इलाके में आर्य समाज मंदिर भी है और सेंट्रल बैप्टिस्ट चर्च भी, भले ही वो कैमरे की नज़र से दूर हैं, लेकिन हैं यही इसी इलाके में मौजूद। और ये विशिष्ट दीर्घा, जहां केंद्रीय मंत्री, सेना के अध्यक्ष, सैन्य अधिकारी, गण्यमान्य व्यक्ति विशिष्ट अवसर और विशिष्ट व्यक्तियों की ये दीर्घा, और आज हम मना रहे हैं अपना 79वां स्वतंत्रता दिवस। भादों का महीना, हल्की हल्की फुहार, बीच बीच में इंद्रदेव की कृपा हो रही है। In fact, today we do more than just observe tradition and ceremony. We also momentarily pause to reflect and correct course, if required, on the true meaning of the words that end up punctuating our conversations on every 15th of August: freedom and independence. Words that seem fairly straightforward in their meaning, but highly nuanced in their meaning and delivery. When we became a free country, our leaders and national decision makers and their understanding of the layering and dimensions and the interpretation of all these was taken into account. These are the pillars which are the building blocks for the values and the principles on which this country designs its policies. The balance between change and continuity. Change bringing in fresh ideas, helping us keep pace with the times, taking into account newer sensibilities and needs, and continuity, on the other hand, allowing us to be rooted and strong with a sense of belonging to something bigger than us. Flag hoisting ceremony.
उन्यासीवां स्वाधीनता दिवस समारोह, भारत का तिरंगा शान से लहरा रहा है और तिरंगे के लहराते ही आसमान की ओर निगाहें जाती हैं। इस वर्ष स्वाधीनता दिवस समारोह को अनोखा कलेवर प्रदान कर रहे हैं भारतीय वायुसेना के 2 Mi-17 हेलीकॉप्टर्स, एक राष्ट्रीय ध्वज लिए हुए आपके स्क्रीन पर फूलों की वर्षा करता हुआ, और दूसरा ऑपरेशन सिंदूर को दर्शाने वाला ध्वज लिए हुए। इन हेलीकॉप्टर्स की कमान संभाल रहे हैं विंग कमांडर विनय पूनिया और विंग कमांडर आदित्य जायसवाल। The National Flag Guard smartly marching away. These beautiful shots are strategically placed cameras. Some of the positions where our camera people are placed are in fact very difficult to reach also. But the aim of visual communication is to give you visual perfection. That's been the endeavor always of our telecasts. नेशनल फ्लैग गार्ड के जवान सुनहरी संगीतमय धुन पर अनुशासित ढंग से ज्ञानपथ के सामने से प्रस्थान कर रहे हैं और उत्कंठा से प्रतीक्षा माननीय प्रधानमंत्री महोदय के उद्बोधन की।